എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളാരും ഇത് കാണാതെ പോകരുത്. ഞങ്ങൾ ഇന്ന് നെതർലാൻഡിലെ ഏറ്റവും വലിയ രാജകൊട്ടാരം കാണുന്നതിന് വേണ്ടി പോവുകയാണ്. കസ്റ്റീൽ ദു ഹാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉത്രെക്റ്റ് എന്ന സിറ്റിക്ക് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ വളരെയേറെ ദൂരെ യാത്ര ചെയ്ത് കൊട്ടാരത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ട് കൊട്ടാര കവാടത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ കവാടത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല കാഴ്ചകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളുമെല്ലാം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നല്ല തണുപ്പാണ്. എങ്കിലും ജനങ്ങൾ കൊട്ടാര കാഴ്ചകൾക്ക് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരം കാണുന്നതിന് വേണ്ടി ഇവിടെ നിന്നും പാസ് എടുത്തിട്ട് വേണം മുന്നോട്ട് നീങ്ങുവാനായിട്ട്. ഞങ്ങൾ ഇവിടെ പാസ് എടുക്കുന്നതിന് വേണ്ടി ക്യൂവിൽ നിന്ന് പാസ്സെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ കാഴ്ചകൾ ഒരിക്കൽ കൂടി ഞങ്ങൾ കാണിക്കുകയാണ്. ദൂരെ നിന്നുള്ള കൊട്ടാരത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത്. പച്ചപ്പോട് കൂടിയ നല്ല പരിസരം. കൊട്ടാരത്തിന് ചുറ്റും ഗാർഡൻ എല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല പച്ചപ്പോട് കൂടിയ ഗാർഡനാണ്. പൂക്കളൊന്നും കാണുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പ് മാറിയാൽ ഉടനെ ഇവിടമെല്ലാം പൂക്കൾ കൊണ്ട് നിറയുമെന്നാണ് കേൾക്കുവാൻ സാധിച്ചത്. ഞങ്ങൾ നടന്ന് കൊട്ടാരത്തിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ മുമ്പിലായി ദൂരെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും ഞങ്ങൾ ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് വേണം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ കൂടെ കൊച്ചുകുട്ടിയുമുണ്ട്. ഞങ്ങളുടെ കൂടെ നല്ല തണുപ്പാണ്. എങ്കിലും ഈ കാലാവസ്ഥ ഞങ്ങൾക്ക് തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ല. കാരണം അത്ര നല്ല കാഴ്ചകളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം സന്തോഷം പകരുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ വളർത്തുനായകളുമായിട്ട് പലരും ഞങ്ങൾക്ക് മുന്നേ കൊട്ടാര കാഴ്ചകളുമായിട്ട് നടന്ന് നീങ്ങുന്നു. കൊട്ടാരത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ കൗതുകം കൂടുകയാണ്. കാരണം വെള്ളത്തിലാണ് കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൊട്ടാരത്തിന് ചുറ്റും വെള്ളമാണ് കാണുന്നത്. ഈ കാഴ്ച എങ്ങനെയാണ് അതിനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നവ. വളരെ ദൂരെ നിന്നാണ് ഈ കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട്, എന്നാൽ നല്ല വെയിലുമുണ്ട്. എങ്കിലും നല്ല തണുപ്പും ആണ്. എല്ലാം കൂടിയ ഒരു കാലാവസ്ഥയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഞങ്ങളങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. വീണ്ടും ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഈ പരിസരം കാണിക്കുകയാണ്. കാരണം ഇത് എത്ര കണ്ടാലും ഇതിൻ്റെ സൗന്ദര്യം കാണുക എന്നത് മതിയാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊട്ടാരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും രസകരമായ കാഴ്ചയാണ് കാണുക. അങ്ങനെ കൊട്ടാര അങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു കവാടം കൂടി ദൂരെ നിന്നും കാണുന്നുണ്ട്. ഞങ്ങളങ്ങോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാര
കവാടത്തിനടുത്തെത്തി. കവാടത്തിലൂടെ ഞങ്ങൾ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോഴും വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയും വെള്ളമാണ് കാണുക. ചുറ്റിനും വെള്ളത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കാണുമ്പോൾ ഒരു കനാലിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ തന്നെയാണ് കാണുക. നല്ല താഴ്ചയുമുണ്ട് എന്നാണ് തോന്നുന്നത്. സൈഡിലായി ചെറിയ ഒരു തോണിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെയും നല്ല മനോഹരമായ പച്ചപ്പും മരങ്ങളുമെല്ലാമാണ് നമ്മൾക്ക് കാണുക. ഈ നെതർലാൻഡ് രാജ്യം സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന് യാതൊരു കുറവുമില്ല. എവിടെ നോക്കിയാലും വെള്ളമാണ് കാണുക. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ കാണിച്ച സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കൊട്ടാരത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം കണ്ട് ഇനി മുന്നോട്ട് കുറച്ചുകൂടി നടന്ന് കാണാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ദൂരം ഇവിടെ നടന്ന് കാഴ്ചകളെല്ലാം കണ്ടു. ഇവിടെ ഒരു ചെറിയ പാലവുമുണ്ട്. കൊട്ടാരത്തിൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്തോട്ട് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാലമാണിത്. ഈ പാലത്തിലൂടെ കടന്ന് ഞങ്ങൾ മുന്നോട്ട് കുറച്ച് ദൂരം നടന്നു. ഇവിടെയും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എവിടെ നിന്ന് നോക്കുമ്പോഴും കൊട്ടാരം നമുക്ക് കാണാം. ദൂരെ നിന്ന് തന്നെ കാണാവുന്നതാണ്. ഞങ്ങൾ എവിടെയും കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായിക്കൊണ്ടിരിക്കുന്നു. 100 ചില്ലറ ഏക്കർ സ്ഥലത്താണ് ഈ കൊട്ടാരവും ഇതിൻ്റെ പരിസരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഇത് 1892-നും 1907-നും മധ്യയാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഇവിടെ കൊട്ടാരത്തിനടുത്തായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റുമുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി ഒരു കോഫിയും കുറച്ച് സ്നാക്സും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ കുറച്ച് ദൂരം നടന്ന് കാഴ്ചകളെല്ലാം കണ്ടു. ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണുവാനുണ്ട്. പക്ഷേ നേരം വൈകിയിരിക്കുന്നു. ഞങ്ങൾക്ക് കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. കാരണം നേരം വൈകിപ്പോയി. അതുമല്ല, കൊട്ടാരത്തിനകത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനുണ്ട്. ഞങ്ങൾ കൈക്കുഞ്ഞിനെയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും കുറച്ച് കഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അകത്ത് പ്രവേശിക്കാനായിട്ട് ഇന്ന് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് കൊട്ടാരത്തിൻ്റെ പുറം കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും വെള്ളമാണ് കാണുവാനുള്ളത്. ചെറിയൊരു തടാകം പോലെ തന്നെ ആണ് ഇവിടെ വെള്ളം കിടക്കുന്നത്. കാഴ്ചയിൽ കുറച്ച് ചെറുതായിട്ട് കാണുന്നുവെങ്കിലും ഒരുപാട് ഏരിയയിലാണ് ഇത് നിറഞ്ഞു കിടക്കുന്നത്. ഞങ്ങൾ അവിടെയും പോയി. അപ്പോൾ അവിടെ കുറച്ച് താറാവുകൾ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവയും നീന്തി തുടങ്ങി. ആ കാഴ്ചയും കണ്ണിന് കൗതുകകരമായിരുന്നു. കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് പുള്ളിമാൻ നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ കിടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതുങ്ങൾക്ക് തീറ്റ തിന്നാനൊരു സ്ഥലവും റെസ്റ്റ് ചെയ്യാൻ വേറൊരു സ്ഥലവും അങ്ങനെയെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ദൂരെ കുറേ എണ്ണം കൂടി കാണാം.
പക്ഷേ അടുത്തായിട്ട് ഈ 3-4 കാണുവാൻ സാധിച്ചുള്ളൂ. അപ്പുറത്തോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, അവിടെ ഗേറ്റ് ക്ലോസ് ആയിരുന്നു. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഈ പരിസരത്ത് കാണുവാനുണ്ട്. പക്ഷേ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ തിരിക്കുകയാണ്. ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വേണം ഞങ്ങൾക്ക് ഭവനത്തിലെത്തുന്നതിന്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.